ഒരു ലോൺ എടുത്ത വ്യക്തിയുടെ പേരിൽ 10 ലോണുകൾ. ധനകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി യുവാവ്. കോട്ടയം മാടപ്പള്ളി സ്വദേശിയായിട്ടുള്ള അച്ചു സജീവാണ് ശ്രീറാം ഫിനാൻസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 1.5 വർഷം മുൻപ് അച്ചു ഒരു കാറ് വാങ്ങുന്നതിനായി ശ്രീറാം ഫിനാൻസിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് ഒരു വാഹനം കൂടി വാങ്ങുന്നതിനായി വായ്പയ്ക്കായി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ അച്ചുവിൻ്റെ സിബിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് ശ്രീറാം ഫിനാൻസിൻ്റെ 10 ലോണുകൾ അച്ചുവിൻ്റെ പേരിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെ ആദ്യ ലോൺ എടുത്തപ്പോൾ ഗ്യാരണ്ടറായി നിന്ന ഭാര്യയുടെ സിബിൽ സ്കോറും അച്ചു പരിശോധിക്കുന്നു. അപ്പോൾ ഭാര്യ റോൺസിയുടെ പേരിലും കണ്ടെത്തുന്നു ശ്രീറാം ഫിനാൻസിൻ്റെ 7 ലോണുകൾ. ഇതോടെയാണ് അച്ചു സജീവ പരാതിയുമായി തൃക്കൊടിത്താനം പോലീസിനെ സമീപിക്കുന്നത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സാങ്കേതിക പിഴവാണ് എന്നുമാണ് ഈ വിഷയത്തിൽ ശ്രീറാം ഫിനാൻസിൻ്റെ വിശദീകരണം. എന്നാൽ സിബിൽ സ്കോറിനെ ബാധിച്ചതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് അച്ചുവിൻ്റെ തീരുമാനം. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീറാം ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിക്ക് വേണ്ടി. അത് ഒരു 1.5 വർഷമായിട്ട് കറക്റ്റായിട്ട് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് മാറിയിട്ട് വേറൊരു വണ്ടി എടുക്കാനായിട്ട് ഞാൻ വേറൊരു വണ്ടിക്ക് വേണ്ടി ലോൺ വെച്ചപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എൻ്റെ പേരിൽ ശ്രീറാം ഫിനാൻസിൽ തന്നെ കൊമേഴ്ഷ്യൽ ലോണ്, പേഴ്സണൽ ലോണ്, ബിസിനസ് ലോൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലോണുകൾ കിടക്കുകയും അത് അവരോട് ഞാൻ ചോദിക്കുമ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞ ടെക്നിക്കൽ എറർ എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വെച്ച എമൗണ്ട് എനിക്ക് കിട്ടാതെയും ആ ഒരു ലോണ് റിജക്റ്റ് ആവുകയും ചെയ്തു. സിവിൽ സ്കോറിൻ്റെ ആണ് വിഷയം പറയുന്നത്. അതിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ പേരിലും എൻ്റെ വൈഫായിരുന്നു എനിക്ക് ആദ്യം വണ്ടി എടുത്തപ്പോൾ ഗ്യാരണ്ടറായിട്ട് തന്നത്. എൻ്റെ പേരിൽ എൻ്റെ വൈഫിൻ്റെ പേരിലൂടെ ലോൺ എമൗണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 47 ലക്ഷം രൂപയുടെ ലോണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആകെ എടുത്തത് 2017 മോഡൽ ഒരു ഓൾട്ടോ കാറിന് വേണ്ടി 2 ലക്ഷം രൂപയാണ് എടുത്തത്. 1.5 വർഷമായിട്ട് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരൊറ്റ ലോണേ ശ്രീറാം ഫിനാൻസിൽ ഇട്ടിട്ടുള്ളൂ. വേറെ ഒരു ലോൺ പോലും എടുത്തിട്ടുമില്ല, ഇട്ടിട്ടുമില്ല. അവിടെ സിവിൽ സ്കോറിൽ ചെക്ക് ചെയ്തപ്പോൾ കാണിക്കുന്നത് എൻ്റെ പേരിൽ 10 ലോണും വൈഫിൻ്റെ പേരിൽ 7 ലോണുമാണ് കാണിക്കുന്നത്. ആകെ ഒറ്റ ലോണേ എടുത്തിട്ടുള്ളൂ. മൊത്തം കൂടെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ കൂട്ടിയിട്ട് 47 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെടുമ്പോൾ അവരെന്താ പറയുന്നത്? ശ്രീറാം ഫിനാൻസിൽ ഞാൻ BM-ഉമായിട്ട് സംസാരിച്ചു. BM-നോട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ടെക്നിക്കൽ എററാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റാഫിന് തന്നെ ഒരു 50 ലക്ഷം രൂപയുടെ ബാധ്യത ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ഇന്ന് ഞാൻ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് പറയുന്നത് അങ്ങനൊരു ഇത് നടന്നിട്ടില്ല, ചങ്ങനാശ്ശേരിയിൽ ഇത് ആദ്യത്തെ കേസാണെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാൻ അവിടെ ചെല്ലുകയും ശ്രീറാമിൻ്റെ ഓഫീസിൽ ചെല്ലുകയും അന്നേരം എനിക്ക് അവിടുന്ന് വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു ലെറ്റർ തരികയും ചെയ്തു. ഇന്നലെ ഞാൻ വൈകുന്നേരം വൈഫിൻ്റെയും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വൈഫിൻ്റെ 7 ലോൺ കാണിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഇന്നലെ എനിക്ക് തന്നതുപോലെ തന്നെ ഒരു ലെറ്റർ കൂടെ തരാമെന്നാണ് പറയുന്നത്. ഞാനിപ്പം ഈ 10 പേര് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഈ 10 പേരുടെയും പേരിൽ ഒരു 10 ലെറ്റർ മേടിച്ച് വെച്ചിട്ട് എനിക്ക് ഉപകാരമില്ല. ആ ലെറ്ററിൽ പറഞ്ഞത് ഇത് തന്നെയാണ്, ടെക്നിക്കൽ എറർ എന്നാണ് അത് പറയുന്നത്. ആകെ ഒരു ലോണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, തൃക്കൊടിത്താനം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്ത് കേസായിട്ട് മുന്നോട്ട് പോകാൻ കാരണം തന്നെ ഞാൻ ഇന്നലെ ഈ ഒരു സിവിൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു കോഴിക്കോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഞാനത് കാണുകയും മാതൃഭൂമിയുടെ ന്യൂസിൽ അത് കാണുകയും ചെയ്തു. അപ്പോൾ അത് എന്നെപ്പോലെ തന്നെ അവിടെ ശ്രീറാമിൽ നിന്ന് തന്നെ ലോൺ എടുത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയ പോലെ ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ലോൺ എടുത്തിട്ട് ഈ ശ്രീറാമിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആരുണ്ടെങ്കിലും അവരുടെ സിവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടുത്ത കാലത്ത് കോഴിക്കോട് കുറ്റ്യാടിയിലും ശ്രീറാം ഫിനാൻസിനെതിരെ സമാന രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സാങ്കേതിക പിഴവാണ് എന്നും ശ്രീറാം ഫിനാൻസ് പറയുമ്പോഴും ഒരു വായ്പ എടുക്കുന്നതിനായി ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോഴാണ് ആളുകൾക്ക് സിബിൽ സ്കോറിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നത്. പലർക്കും ലോൺ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ അച്ചു സജീവ തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. കോട്ടയം മാടപ്പള്ളിയിൽ നിന്നും ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.